ഒരു വാക്ക്, ഒരു നിമിഷം, ഒരു തെറ്റായ ധാരണ, അതൊക്കെയാണ് ചിലപ്പോൾ ബന്ധങ്ങളെ തകർത്തു മാറ്റുന്നത്. വെൽക്കം ടു രാക്ഷസവേദ എപ്പിസോഡ് 6. ആദ്യ ഉടനെ ദക്ഷനെ വിളിച്ചു. ദക്ഷ്, വാട്ട് ദ ഹെൽ ഈസ് ഗോയിങ് ഓൺ? ആ ശബ്ദത്തിൽ ആശങ്കയും അല്പം കോപവും ഒളിഞ്ഞിരുന്നു. ദക്ഷ് ചുറ്റും ഒന്ന് നോക്കി. പിന്നെ ആദിയെ ഒരു സൈഡിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഇരുവരും മാത്രം. ഒരു നിമിഷം നിശബ്ദത. ദക്ഷ് ഒരു ദീർഘശ്വാസമെടുത്തു. മുഖത്ത് തണുത്ത ശാന്തത, പക്ഷേ കണ്ണുകളിൽ ഒരുതരം കത്തുന്ന തീരുമാനം. എവറിത്തിങ് ഇസ് പ്ലാൻഡ്. ആദ്യ ഞെട്ടി. പ്ലാൻഡ്? അവൻ്റെ ശബ്ദം താഴ്ന്നു. ദക്ഷ് പതിയെ അവനെ നോക്കി. യാ, എവറിത്തിങ്. ഫ്ലാഷ് ബാക്കിൽ ഹോസ്പിറ്റൽ കോറിഡോറിലെ വെളുത്ത മതിലുകൾക്കിടയിൽ മരുന്നിൻ്റെ ഗന്ധം നിറഞ്ഞ വായു. ദക്ഷ് നിശബ്ദനായി നിൽക്കുന്നു. അവൻ്റെ കണ്ണുകളിൽ ഭാരം, പക്ഷേ അതിനെ അടക്കി വെക്കാനുള്ള ശ്രമം വ്യക്തം. അവൻ്റെ ചുറ്റും കുടുംബാംഗങ്ങൾ, അമ്മ, ചെറിയമ്മ, മറ്റുള്ളവർ. ചെറിയമ്മയുടെ ശബ്ദം ആ നിശബ്ദതയെ തകർത്തു. ഇനി താമസിക്കാനാവില്ല. അമ്മയുടെ ആരോഗ്യസ്ഥിതി കണ്ടല്ലോ. ദക്ഷിൻ്റെ വിവാഹം ഉടനെ നടത്തണം. മറ്റുള്ളവർ അവരുടെ വാക്കുകൾക്ക് പിന്തുണ നൽകി. അതെ, ഇത് തന്നെയാണ് ശരി. ദക്ഷ ഒന്നും പറഞ്ഞില്ല. അവൻ പതുക്കെ തൻ്റെ മുത്തശ്ശിയിലേക്ക് നോക്കി. ആ കിടക്കയിൽ ബലഹീനമായി കിടക്കുന്നവർ. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ അത് മുത്തശ്ശിക്ക് സ്ട്രെസ്സായേക്കും. അവൻ്റെ വിരലുകൾ മുറുകി. അവൻ കണ്ണുകളടച്ചു. ദക്ഷിന് എല്ലാം അറിയാം. ചെറിയമ്മയുടെ യഥാർത്ഥ ഉദ്ദേശം, നേഹയും അവളുടെ അച്ഛനും അതിന് പിന്നിലുണ്ടെന്ന സത്യം എല്ലാം വ്യക്തം. പക്ഷേ ഇപ്പോൾ തന്നെ അത് പുറത്തു കൊണ്ടുവരാൻ അവൻ തയ്യാറായിരുന്നില്ല. ആദ്യ ദക്ഷിനെ ഗൗരവത്തോടെ നോക്കി. എന്ത് ചെയ്യാൻ പോകുന്നു? ഒരു നിമിഷം ദക്ഷിൻ്റെ മുഖം കഠിനമായി. കണ്ണുകളിൽ തീ പടർന്നു. ഐ വിൽ പ്രൂവ് ദ ഇൻറ്റൻഷൻ. അവൻ ഓരോ വാക്കും ഊന്നി പറഞ്ഞു. പക്ഷേ ഇപ്പോഴല്ല. മുത്തശ്ശി റിക്കവർ ആകുന്നതുവരെ ഐ വിൽ പ്ലേ അലോങ്. ആദി നിശബ്ദമായി നിന്നു. അവൻ ദക്ഷിനെ നോക്കി. അവൻ്റെ പ്ലാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചു. പിന്നെ ദക്ഷ് അടുത്തേക്ക് വന്ന് തൻ്റെ ശബ്ദം താഴ്ത്തി. ആദി, ഒരു സഹായം വേണം. ആദി തലകുനിച്ചു. പറയൂ. നേഹയുടെ അച്ഛനും ചെറിയമ്മയും അവരുടെ ഓരോ നീക്കവും നീ ശ്രദ്ധിക്കണം. എന്തെങ്കിലും സംശയാസ്പദമായ കാര്യം കണ്ടാൽ ഇമ്മീഡിയറ്റ്ലി എന്നോട് അറിയിക്കണം. ആദിയുടെ മുഖം ഗൗരവമായി. ഡൺ. ഒരു നിമിഷം ഇരുവരും ഒരുമിച്ച് നിന്നു. ഒരു വശത്ത് കുടുംബത്തിൻ്റെ പേരിൽ നടക്കുന്ന കളി, മറ്റൊരു വശത്ത് അതിനെ തകർക്കാൻ തയ്യാറായ ദക്ഷ്. വൈകുന്നേരം വേദ വീട്ടിലേക്കെത്തിയപ്പോൾ അവളുടെ മുഖത്ത് ഒരു വ്യക്തമല്ലാത്ത വിഷാദമുണ്ടായിരുന്നു. അത് അമ്മയുടെ കണ്ണിൽ നിന്നും മറയാതെ പോയി. എന്താ മോളെ, എന്തെങ്കിലും പറ്റിയോ? അമ്മ സ്നേഹത്തോടെ ചോദിച്ചു. വേദ ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. എല്ലാം ഓക്കെയാണെന്ന പോലെ നടിച്ചു. ഒന്നുമില്ലമ്മേ, ചെറിയ തലവേദന മാത്രം. എന്നാൽ അവളുടെ മനസ്സിനുള്ളിലെ ഭാരമൊന്നും ആ വാക്കുകളിൽ മുഴുവൻ ഒളിച്ചില്ല. പക്ഷേ അവൾക്കറിയാതെ ആ വീട്ടിൽ അവളെ കാത്ത് ഒരു അപ്രതീക്ഷിത സർപ്രൈസ് ഉണ്ടായിരുന്നു. ഹാളിൽ അവൾ കാൽ വെച്ച നിമിഷം തന്നെ ഒരു അന്യമായ നിശബ്ദം അവളെ ചുറ്റിപ്പിടിച്ചു. സോഫയിൽ ഒരു കുടുംബം ഇരിക്കുന്നു. അവരുടെ എല്ലാം കണ്ണുകൾ ഒരേ സമയം വേദയിലേക്ക് തിരിഞ്ഞു. അമ്മ സന്തോഷത്തോടെ ചിരിച്ചു. അവരെ നോക്കി പറഞ്ഞു, ഇവരാണ് നിന്റെ അച്ഛൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ ഫാമിലി. ആ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ വേദയുടെ മനസ്സിൽ ഒരു സംശയം മുളച്ചു. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നു. മുഖത്ത് വിനീതമായൊരു പുഞ്ചിരി. ഹായ് വേദ. വേദ അവിടെ തന്നെ നിശ്ചലമായി നിന്നു. മുഖത്ത് ആശയക്കുഴപ്പം, മനസ്സിൽ അനവധി ചോദ്യങ്ങൾ. എന്താണ് നടക്കുന്നത്? എന്തിനാണ് ഇവർ ഇവിടെ? അവളുടെ കണ്ണുകൾ അമ്മയെ തിരഞ്ഞു. അമ്മ പതുക്കെ അടുത്തേക്ക് വന്ന് തൻ്റെ ശബ്ദം അല്പം മൃദുവാക്കി പറഞ്ഞു, മോളെ, നിനക്കായി ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ആ വാക്കുകൾ ഒരു മിന്നൽ പോലെ വേദയുടെ ഉള്ളിൽ പതിച്ചു. ഇതിനു മുമ്പ് തന്നെ തകർന്നിരുന്ന അവളുടെ മനസ്സിൽ ഇത് മറ്റൊരടിയായി മാറി. മനസ്സിൽ ഒളിപ്പിച്ചിരുന്ന വേദന ഇപ്പോൾ കോപമായി പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. അവളുടെ വിരലുകൾ അനിയന്ത്രിതമായി മുറുകി. ഹൃദയം അവളെ തന്നെ വഞ്ചിച്ചതുപോലെ. ഇതെന്താ, ഇപ്പോഴാണോ? പക്ഷേ ആ വാക്കുകൾ അവളുടെ അധരങ്ങളിൽ എത്തിയില്ല. പകരം അവൾ ഒരു നിർബന്ധിത പുഞ്ചിരി വരുത്തി. പക്ഷേ ആ പുഞ്ചിരിക്ക് പിന്നിൽ ഒരു തകർന്ന ഹൃദയം മറഞ്ഞു കിടക്കുകയായിരുന്നു. ദക്ഷിൻ്റെ കല്യാണം ഇപ്പോൾ എൻ്റെ ലൈഫിലും. ആ ചിന്തകൾ മനസ്സിൽ വീണ്ടും വീണ്ടും മുഴങ്ങി. അവളുടെ കണ്ണുകൾ പതിയെ മാറി. മൃദുവായ വേദനയിൽ നിന്ന് കഠിനമായ ഉറച്ച നിലപാടിലേക്ക്. വേദന, ദേഷ്യം. ഒരു നിമിഷം അവൾ കണ്ണുനീറടക്കി. അമ്മ. വേദയുടെ ശബ്ദം ശാന്തമായിരുന്നു. പക്ഷേ അതിന് പിന്നിൽ വിളിച്ചിരുന്നത് ഒരു പൊട്ടിപ്പൊളിയുന്ന മനസ്സ്. എനിക്ക് ഓക്കെയാണ്. ആ വാക്കുകൾ കേട്ട് അവിടെ നിന്നിരുന്ന എല്ലാവരും ഒരുപോലെ ഞെട്ടി. അമ്മയുടെ മുഖത്ത് ആശ്വാസവും സന്തോഷവും തെളിഞ്ഞു. ശരി മോളെ, എനിക്കറിയാമായിരുന്നു നീ സ്ട്രോങ് ആണെന്ന്. പക്ഷേ ആ സന്തോഷം വേദയുടെ ഹൃദയത്തെ കൂടുതൽ തകർത്തു. അവളുടെ ഉള്ളിൽ ഇത് ഞാനെടുത്ത തീരുമാനമല്ല, എൻ്റെ ഹൃദയം തകർന്നുണ്ടായൊരു സമ്മതം മാത്രം. ഒരു വാക്കുപോലും കൂടുതൽ പറയാതെ വേദ പതുക്കെ അവിടെ നിന്ന് നടന്നു മാറി. റൂമിൽ കയറിയുടൻ വാതിലടച്ചു. ആ ശബ്ദം പോലും അവളുടെ ഉള്ളിലെ അടഞ്ഞുപോയ വികാരങ്ങളുടെ പ്രതിധ്വനി പോലെ തോന്നി. അവൾ പതുക്കെ താഴേക്കിരുന്നു. ഭിത്തിയോട് ചേർന്ന് കണ്ണുകൾ അടച്ചു പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അടക്കി പിടിച്ചിരുന്ന കണ്ണുനീർ ഇനി വഴങ്ങി. 1, 2, പിന്നെ അതൊരൊഴുക്കായി മാറി. മുഖം കൈകളിൽ മറച്ചു. അവൾ ശബ്ദമില്ലാതെ കരഞ്ഞു. ആ രാത്രി അവളുടെ ഹൃദയം ശാന്തമായി തകരുന്നൊരു ശബ്ദം മാത്രം കേട്ടു. അതേസമയം ദക്ഷ് ബാൽക്കണിയിൽ നിൽക്കുന്നു. മുൻപിൽ വിരിഞ്ഞ ആകാശം. പക്ഷേ അവൻ്റെ കണ്ണുകൾ എന്തോ ഒരു ഉത്തരത്തിനായി തിരയുന്നത് പോലെ. കാറ്റ് മെല്ലെ അവൻ്റെ മുഖത്തെ സ്പർശിച്ചു. എന്നാൽ ഉള്ളിലെ അസ്വസ്ഥത ഒട്ടും കുറഞ്ഞില്ല. വൈ ഡസ് ദിസ് ഫീൽ റോങ്? ഒരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിലും ഹൃദയം അത് സമ്മതിക്കാത്തതുപോലെ. അവൻ കണ്ണുകൾ അടച്ചു. ഒരു നിമിഷം ശാന്തത തേടി.
പക്ഷേ മനസ്സ് ഒരേ പേരിലേക്കാണ് തിരിഞ്ഞത്. 2 ഹൃദയങ്ങൾ ഒരേ സമയം ഒരേ വേദനയിൽ ഒന്നിനൊന്ന് തേടുന്നു, പക്ഷേ വേറിട്ട വഴികളിലൂടെ ഒരുമിക്കാനാകാത്ത ദൂരത്തിൽ. ഇന്ന് പ്രോജക്റ്റ് സക്സസ് പാർട്ടിയാണ്. അവസാനം ഒരുപാട് ചിന്തിച്ച ശേഷം വേദ പോകാൻ തന്നെ തീരുമാനിച്ചു. അതൊരു സിമ്പിൾ തീരുമാനമായിരുന്നില്ല. പക്ഷേ ചിലപ്പോഴൊക്കെ ഒഴിവാക്കുന്നതിനേക്കാളും നേരിടുന്നതാണ് ശക്തിയെന്ന് അവൾ കരുതി. രാത്രി നഗരത്തിൻ്റെ ഹൃദയത്തിൽ നിലകൊള്ളുന്ന ആ ആഡംബര ഹോട്ടൽ പ്രകാശവും സംഗീതവും ചേർന്നൊരു ആഘോഷ ലോകം പോലെ തിളങ്ങി നിന്നു. പ്രോജക്റ്റ് സക്സസ് പാർട്ടി, കമ്പനിയിലെ കൊളീഗ്സ്, ഫ്രണ്ട്സ് എല്ലാവരും എത്തി. ഹാളിനകത്ത് ചിരികൾ, ആർപ്പുവിളികൾ, ഗ്ലാസുകൾ കൂട്ടിമുട്ടുന്ന ശബ്ദങ്ങൾ, അങ്ങനെ സന്തോഷത്തിൻ്റെ തിരക്കുകൾ. ദക്ഷ്, നേഹ, ആദി അവർ 3 പേരും എൻട്രൻസിൽ നിന്നു. ഗസ്റ്റുകളെ സ്വീകരിക്കുന്ന തിരക്കിൽ പ്രൊഫഷണൽ ചിരികൾ, സൗമ്യ സംഭാഷണങ്ങൾ. പക്ഷേ ചില കണ്ണുകളിൽ ഒളിഞ്ഞു കിടക്കുന്നത് ഇമോഷൻസ്. അതാരും ശ്രദ്ധിക്കാതെ പോകുന്നു. അതേസമയം ഹാളിലെ വലിയ ഗ്ലാസ് ഡോർ മന്ദമായി തുറന്ന് അവിടെ വേദ. ഒരു കടുത്ത ചുവപ്പ് സാറ്റിൻ ഗൗൺ, അരക്കെട്ടിൽ സൂക്ഷ്മമായ ഫിറ്റിംഗ്, താഴെ ഒഴുകി വീഴുന്ന മൃദുവായ ഞൊറികൾ ലൈറ്റിൽ ചെറുതായി തിളങ്ങുന്നു. മുടി അയഞ്ഞ തരംഗങ്ങളായി ചുമലിൽ വീണു. മിനിമൽ മേക്കപ്പ്, ബോൾഡ് ലിപ്സ്. അവൾ നടന്നു വരുമ്പോൾ അവളുടെ സാന്നിധ്യം തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ തോന്നിച്ചു. ആ നിമിഷം ദക്ഷൻ്റെ കണ്ണുകൾ അവളിൽ കുടുങ്ങി. സമയം തന്നെ നിശ്ചലമായി പോയതുപോലെ. അവൻ്റെ ഉള്ളിൽ ഒരു പരിചിതമായ വേദനയും ഒരുപാട് പറയാതെ പോയ വാക്കുകളും. പക്ഷേ വേദ അവൻ്റെ കണ്ണുകളെ കണ്ടിട്ടും ഒന്നും സംഭവിച്ചില്ലെന്ന പോലെ അവനെ തീർത്തും അവഗണിക്കുകയായിരുന്നു. ആ ഒരു അവഗണന ദക്ഷൻ്റെ ഉള്ളിൽ ചെറിയൊരു പൊട്ടിത്തെറി ഉണ്ടാക്കി. അതേസമയം സൈഡിലേക്ക് മാറി നിന്ന ആദി അഞ്ജലിയോടൊപ്പം മൃദുവായി സംസാരിക്കുന്നു. "അഞ്ജലി, നീ വന്നതിന് താങ്ക്സ്." അവൻ്റെ ശബ്ദത്തിൽ സൗമ്യത. അഞ്ജലി ചെറുതായി ചിരിച്ചു. "ആദി, പ്രോജക്റ്റ് സക്സസിന് കോൺഗ്രാറ്റ്സ്." ആദി അവളെ നോക്കിയത് ഫ്രണ്ടിനെ പോലെയല്ല. അവൻ്റെ കണ്ണുകളിൽ ഒളിഞ്ഞു നിന്നത് ഒരിഷ്ടം, പറയാതെ ഇരിക്കുന്ന ഒരു ഫീലിംഗ്. പാർട്ടി പതുക്കെ അവസാനിക്കുന്നു. സംഗീതം മൃദുവായി മാറുന്നു. അപ്പോഴാണ് ഒരു കറുത്ത കാർ ഹോട്ടൽ എൻട്രൻസിൽ നിർത്തുന്നത്. ഡോർ തുറന്ന് ഒരു സുന്ദരനായ യുവാവ് പുറത്തേക്കിറങ്ങി. കോൺഫിഡൻറ്റ്, കമ്പോസ്ഡ്, ഷാർപ്പ് ലുക്ക്. അവൻ നേരെ വേദയിലേക്കാണ് നടക്കുന്നത്. ഇത് കണ്ട നേഹ ഒരുപാട് ചിന്തിച്ചതുപോലെ ദക്ഷിണെ നോക്കി. പിന്നെ വേദയോട്, "വേദ, ആരാണത്?" അവൾ ചോദിച്ചത് സാധാരണയായിരുന്നു. പക്ഷേ ലക്ഷ്യം ദക്ഷ് കാണണം എന്നതായിരുന്നു. വേദ കണ്ണുകൾ ഉയർത്തി നോക്കാൻ പോകുമ്പോൾ അവളുടെ ശ്രദ്ധ പെട്ടത് മറ്റൊരിടത്തേക്കാണ്. ദക്ഷൻ്റെ കയ്യിൽ നേഹയുടെ കൈ ചേർന്നിരിക്കുന്നു. ആ ചേർത്ത് പിടിക്കൽ വേദയുടെ ഉള്ളിൽ ഒരു ചൂട് പടർന്നു. ദേഷ്യം, വേദന, ഈഗോ. അവൾ ചെറിയ പുഞ്ചിരി ഒന്ന് വരുത്തി. "പരിചയപ്പെടുത്താം," അവൾ ശാന്തമായി പറഞ്ഞു. "അർജുൻ, യു ആർ സെറ്റിൽഡ്, ഒരു ലീഡിംഗ് സോഫ്റ്റ്വെയർ കമ്പനിയുടെ CEO ആൻഡ് മൈ വുഡ് ബി." ആ വാക്കുകൾ ദക്ഷൻ്റെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് പോലെ പൊട്ടി. അവൻ്റെ കണ്ണുകളിൽ അസൂയ, ദേഷ്യം, വേദന ഒന്നായി കത്തിയിരുന്നു. വേദ അർജുനോടൊപ്പം പുറത്തേക്ക് നടന്നു. അവർ പോയ ഓരോ ചുവടും ദക്ഷൻ്റെ കൺട്രോൾ തകർക്കുകയായിരുന്നു. ഒടുവിൽ അവൻ പെട്ടെന്ന് തിരിഞ്ഞു. ടേബിളിൽ നിന്നും കാർ കീ എടുത്ത് ഒരു കൊടുങ്കാറ്റ് പോലെ അവൻ പുറത്തേക്ക് നടന്നു. ഡോർ ശക്തമായി തുറന്നു. ആ രാത്രി അവൻ്റെ ഉള്ളിലെ കൊടുങ്കാറ്റ് പോലെ തന്നെ പുറത്തും കാറ്റ് ശക്തമായി വീശി. അകത്ത് നേഹയുടെ കണ്ണുകൾ നിശബ്ദ വിജയം കൊണ്ട് തിളങ്ങി. ആദിയും അഞ്ജലിയും ഒന്നും മനസ്സിലാകാതെ ആ സീൻ മുഴുവൻ നോക്കി നിൽക്കുന്നു. ഇതെന്താണ് നടക്കുന്നത്? അവരുടെ കണ്ണുകൾ തമ്മിൽ ചോദിച്ചു. പക്ഷേ ആ രാത്രി ഒരു പാർട്ടി മാത്രമല്ല അവസാനിച്ചത്. ഒരുപാട് അടച്ചുവെച്ച വികാരങ്ങൾ ഇപ്പോൾ തുറക്കാൻ പോകുന്ന ഒരു ആളിക്കത്തലിൻ്റെ തുടക്കം മാത്രമായിരുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.